അയ്യാ വണക്കം. മതി മതി നിർത്ത്. ഇനി കരയണ്ട. കരഞ്ഞ് കരഞ്ഞ് കരമനയാറ് നിറഞ്ഞു. അത്രയ്ക്കും കരഞ്ഞില്ലേ? ഇനി കരയാൻ ആ കണ്ണിൽ കണ്ണുനീരില്ല. അതുകൊണ്ടൊന്ന് നിർത്ത്. ഇങ്ങോട്ട് നോക്കിയേ. രാഹുൽ ഗാന്ധി പോലും കരയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ചുമ്മാ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കിയപ്പം ഒരു ലോഡ് പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി. രാഹുൽ ഗാന്ധിയുടെ പടം എടുത്തിട്ടിട്ട് ഈ മനുഷ്യൻ പ്രതീക്ഷയാണ്, ഈ മനുഷ്യനോട് ഇപ്പോഴല്ലാതെ പിന്നോട് എപ്പോഴാണ് നമ്മൾ യോജിച്ച് നിൽക്കുക, ഇദ്ദേഹത്തോട് ലയിച്ച് നിൽക്കൂ, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തരുത്, ഇന്ത്യ എന്ന് പറയുന്ന നാണംകെട്ട രാജ്യത്തിന് ഇതുപോലൊരു നല്ലവനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയെ അർഹിക്കുന്നില്ല, അഴുക്ക പങ്കം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനായിട്ടിടയത്. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഇങ്ങേരുടെ ഈ അണികളുണ്ടല്ലോ, അതായത് ഇങ്ങേര് ലോകകിഴങ്ങൻ, ആ ലോകകിഴങ്ങൻ്റെ ഭൂലോക കിഴങ്ങന്മാരായിട്ടുള്ള അണികളുണ്ട്. അവന്മാർ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയുണ്ട്, എൻ്റെ രാഗ എന്ന് വിചാരിച്ച്. അതിൽ ഒരംശം തിരിച്ചു കൊടുക്കാൻ രാഗയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. രാഗ എന്തൊക്കെ ചെയ്തു? ബീഹാറിൽ പോയി കുളത്തിൽ ചാടി, കിണറ്റിൽ ചാടി, പുട്ടിയിട്ടു, പെയിൻ്റ് അടിച്ചു, ഒന്നും വലിച്ചില്ല. അതേസമയം നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല. നമ്മുടെ പണ്ട് നമ്മളെ നവ്യ നായരും കലോത്സവത്തിൽ തോറ്റപ്പോൾ നവ്യ നായർ അമ്പിളി ദേവിയെ നോക്കി കരഞ്ഞതാണ്. ആ കുട്ടി ഒന്നും ചെയ്തില്ല, ഞാനാണ് എല്ലാം ചെയ്തത്, കുളത്തിൽ ചാടി, വെള്ളം കോരി, വിറക് വെട്ടി, എന്തൊക്കെ ചെയ്തു, എന്നിട്ടും ഞാൻ തോറ്റില്ലേ?